നമ്മൾ ഈ ക്ലാസ്സിൽ ടാൻജൻറ്റ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സായ ടാൻ ഇൻവേഴ്സിൻ്റെയും ഗ്രാഫുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടാൻജൻറ്റ് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും എന്തായിരുന്നു? ടാൻജൻറ്റ് ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ ഫംഗ്ഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ടാൻ എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു ഫംഗ്ഷൻ? r minus x such that x equal to 2n plus 1 pi by 2 where n belongs to set to r. ഇതായിരുന്നു ടാൻജൻറ്റ് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും. അപ്പോൾ നമ്മളത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും വെച്ച് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുക? എക്സ് ആക്സിസിൽ ഏത് നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ ഇതുവരെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? എക്സ് ആക്സിസിൽ 0, പൈ ബൈ 2, പൈ, 3 പൈ ബൈ 2, 2 പൈ, ഈ നമ്പേഴ്സായിരുന്നു നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൈ, -3 പൈ ബൈ 2, -2 പൈ. ഇനി ഇവിടെയോ? ഇവിടെ നമ്മൾ എന്താ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? 1, 2, 3, 4, -1, -2, -3, -4. അപ്പോൾ ടാനിൽ ഏതൊക്കെ വാല്യൂസ് 6 മൊത്തത്തിലുണ്ടോ? ടാനിൻ്റെ ഡൊമൈനിൽ ഇല്ല. അതിലത്തെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ അതിൽ പെടില്ല, ഡൊമൈനിൽ പെടില്ല. കാരണം എന്താ? ഈ 2n പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിൽ ടാൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് ആവാതിരിക്കാനുള്ള കാരണം എന്താ? ടാൻ എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ? അപ്പോൾ കോസ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2ൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ ഓഡ് മൾട്ടിപ്പിൾസിലൊക്കെ കോസ് എക്സിൻ്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പോൾ സൈൻ എക്സ് ബൈ 0 എന്നായിരിക്കും. അടിയിൽ 0 വന്നാൽ ഡിഫൈൻഡ് ആണോ? അല്ല. അപ്പോൾ ടാൻ എക്സ് ഈ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ ബൈ 2-ലൊന്നും ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് ആ പോയിന്റ്സ് നമുക്ക് ഡൊമൈനിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഡൊമൈനിൽ പെടാത്ത എലമെൻസിന് നമ്മൾ എങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടാണ് അടയാളപ്പെടുത്തുക അല്ലേ? അപ്പോൾ ഇവിടെ ഏതിനൊക്കെ അടയാളപ്പെടുത്തണം? പൈ ബൈ 2, 1 പൈ ബൈ 2 ഓഡ് മൾട്ടിപ്പിൾസ്. പിന്നെ അടുത്തത് ഏത് ഓഡ് മൾട്ടിപ്പിൾ? 3 പൈ ബൈ 2. പൈ വരുമോ? 2 പൈ വരുമോ? ഇല്ല. പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ്, പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് 4 പൈ ബൈ 2 വരുമ്പോഴാണ് അത് കട്ടായിട്ട് 2 പൈ ആവുന്നത്. അപ്പോൾ 2 പൈ എടുക്കാൻ പറ്റില്ല. അതുപോലെ പൈ എപ്പോഴാണ് പൈ ആവുന്നത്? 2 പൈ ബൈ 2, 2 പൈ ബൈ 2 ആണ് ഈ പൈ എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുക്കാൻ പറ്റും. പൈ ബൈ 2ൻ്റെ മൾട്ടിപ്പിൾ തന്നെയല്ലേ? അപ്പോൾ അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓഡ് മൾട്ടിപ്പിൾസ് ആണ്. എല്ലാ മൾട്ടിപ്പിൾസും അല്ല, ഓഡ് മൾട്ടിപ്പിൾസ്. അപ്പോൾ ഈ സൈഡോ? ഈ സൈഡ് -5 ബൈ 2 വരും, -3 പൈ ബൈ 2 വരും, പിന്നെ -5 പൈ ബൈ 2 വരും, അങ്ങനെ എക്സെട്ര. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്നും പെടില്ല. ഇനി ഇവിടുത്തെ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ഇത് നമുക്ക് വാല്യൂസ് വെച്ചിട്ട് അടയാളപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൈൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? പൈ എപ്പോഴാണ്? ടാൻ പൈ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? സൈൻ പൈ ബൈ കോസ് പൈ. സൈൻ പൈ എന്താ? 0 ബൈ കോസ് പൈ -1 ഈക്വൽ ടു മുകളിൽ 0 ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? 0. അപ്പോൾ ടാൻ പൈ എന്ന് പറയുന്നത് എന്താണ്? 0. അതുപോലെ ഏതായിരിക്കും വരിക? പൈ അല്ലേ? പൈൻ്റെ വാല്യൂ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പൈൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം പൈൻ്റെ എല്ലാ മൾട്ടിപ്പിൾസിലും സൈൻ പൈ എന്ന് പറയുന്നത് 0 അല്ലേ? അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരാമെന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഇത് നമുക്ക് അല്ലാതെ ബാക്കി എല്ലാ വാല്യൂസും വെച്ചിട്ട് നമുക്കപ്പോൾ വരച്ചുണ്ടാക്കാൻ പറ്റില്ല. സൈൻ്റെയും കോസിൻ്റെയൊക്കെ നമുക്ക് അപ്പോൾ വരച്ചുണ്ടാക്കാൻ പറ്റും അല്ലേ? നമ്മൾ വാല്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ വരച്ചുണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഗ്രാഫിൻ്റെ മോഡൽ കണ്ടോ? ഒരു വേവി പോലെ. അപ്പോൾ വേവി പോലെയാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ പിന്നെ ഇങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ വരും, പിന്നെ ഇവിടേക്ക് ഇങ്ങനെ വരും. ഇവിടേക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. 2 പൈ ഇവിടെ 2 പൈ വരെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരച്ച് നിർത്തിയത് അല്ലേ? ഇനി ഇവിടെ എന്താ 5 പൈ ബൈ 2 വരുമ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങനെ 5 പൈ ബൈ 2-ലാണ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 2 പൈ വരെ അടയാളപ്പെടുത്തിയത് കൊണ്ടാണ് ഇത് ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം. ഇങ്ങനെ താഴത്തേക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ടാൻ എക്സിൻ്റെ y ഈക്വൽ ടു ടാൻ എക്സ്. അതിൻ്റെ ഗ്രാഫാണിത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടാനിൻ്റെ ഇൻവേഴ്സായ ടാൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ടാൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തായാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മുന്നത്തെ നമ്മൾ ഇതുവരെ എല്ലാത്തിൻ്റെയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടാനും കോട്ടും മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ സൈനിൻ്റെ കോസിൻ്റെ സീക്കിൻ്റെ കൊസീക്സിൻ്റെ ഒക്കെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താണ് പ്രത്യേകത? എന്താണ്?
ഈ വൈ ആക്സിസിലുള്ളത് എക്സ് ആക്സിസിലാവും, എക്സ് ആക്സിസിലുള്ളത് വൈ ആക്സിസിലാവും. അതല്ലേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ എങ്ങനെ ഗ്രാഫ് വരിക? എക്സ് ആക്സിസിൽ ഏത് പോയിൻറ്റ്സാണ് വരിക? 1 2 3 4. ആ വൈ ആക്സിസിലെ അല്ലേ, വൈ ആക്സിസിലെ വാല്യൂസാണ് എക്സ് ആക്സിസിൽ വരിക. ഏതിൻ്റെ വൈ ആക്സിസിലെ? y = tan x എന്നുള്ള ഗ്രാഫിലെ വൈ ആക്സിസിലുള്ള പോയിന്റ്സ് ഇവിടെ എക്സ് ആക്സിസിൽ വരും, ഇവിടെ എക്സ് ആക്സിസിലുള്ള പോയിന്റ്സ് ഇവിടെ വൈ ആക്സിസിൽ വരും. അപ്പോൾ എങ്ങനെ? π/2 π 3π/2 2π എക്സെട്ര. ഇനി താഴോട്ടോ -π/2 -π -3π/2 -2π എക്സെട്ര. അപ്പം ഇതിൻ്റെ ഏതൊക്കെ പോയിൻറ്റ്സിലാണ് നമ്മൾ നോട്ടിഫൈൻഡ് ആവാത്ത പോയിൻറ്റ്സ്? ഇതിൻ്റെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ π/2 ആ ഡോട്ടഡ് ലൈന് മാർക്ക് ചെയ്യണ്ടേ? മാർക്ക് ചെയ്യണം. അപ്പോൾ ഏതാ? 3π/2 -π/2 -3π/2. ഇനി ഇവിടെ എങ്ങനെ ഗ്രാഫ് വരിക എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് പഠിച്ച് വെച്ചാൽ മതി. അല്ലാതെ നമുക്ക് വാല്യൂസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ആ സ്പോട്ടിൽ വാല്യൂസ് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമുക്ക് അത് വരയ്ക്കാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് ഓർത്ത് വയ്ക്കണം. ഈ ലൈനിൽ മുട്ടില്ല കേട്ടോ, അത് വരയ്ക്കുമ്പോൾ മിസ്റ്റേക്ക് വരുന്നതാണ്. ഈ ലൈനിൽ മുട്ടില്ല, കാരണം അത് പെടാത്ത ലൈനല്ലേ, ഡൊമൈനിൽ വരാത്ത ലൈനാണ്. ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്രാഫ് എങ്ങനെ കിട്ടുകയെന്നാണ് പറയുന്നത്? y = tan x എന്നുള്ള ഗ്രാഫിൽ y = x എന്നുള്ള ലൈന്, y = x എന്നുള്ള ലൈൻ ഇതാണ് അല്ലേ. y = x എന്നുള്ള ലൈനിൽ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ആ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അതാണ് നമ്മുടെ tan ഇൻവേഴ്സിൻ്റെ ഗ്രാഫായിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കോർട്ടെക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചാണ്.